ഇത് അവൈലബിലിറ്റി ഓഫ് എ ഡിഗ്രേഡഡ് സിസ്റ്റം. നമ്മൾ നേരത്തെ റിലയബിലിറ്റി ഓഫ് ഡിഗ്രേഡഡ് സിസ്റ്റം നമ്മൾ നോക്കിയായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത് അവൈലബിലിറ്റി ഓഫ് ഡിഗ്രേഡഡ് സിസ്റ്റം. ആ റിലയബിലിറ്റിയുടെ കോൺസെപ്റ്റിൽ നമ്മൾ റിപ്പയറിൻ്റെ ഒരു സാധനം കൂടെ കൊണ്ടുവരുന്നു. അതാണ് വ്യത്യാസം വരുന്നത്. അപ്പോൾ ഇവിടെ 3 സ്റ്റേറ്റാണ്, മറ്റേതുപോലെ തന്നെ 3 സ്റ്റേറ്റാണ് ഇവിടെ വരുന്നത്. നോർമൽ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ നോർമൽ വർക്കിംഗ് കണ്ടീഷനിൽ പോകുന്നു. അത് കഴിഞ്ഞ് ഡിഗ്രേഡഡ്, സാധനം ഡിഗ്രേഡായി പക്ഷേ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തത് ഫെയിൽ ആവുന്നു. അങ്ങനെ 3 കണ്ടീഷൻസാണ്, 3 സ്റ്റേറ്റ്സാണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മാർക്കോവേ ഡയഗ്രം വരയ്ക്കുമ്പോൾ സ്റ്റേറ്റ് 1 വരച്ചു, സ്റ്റേറ്റ് 2 വരച്ചു. അപ്പോൾ നമ്മൾ എന്താ ഡിഫൈൻ ചെയ്യണം? λ1 എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ തന്നെ λ1 എന്ന് പറഞ്ഞാൽ എന്താ, നോർമൽ സ്റ്റേറ്റിൽ നിന്ന് ഡിഗ്രേഡഡിലോട്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ നേരത്തെ ചെയ്തപ്പോൾ ഇത് λ2 ആയിട്ടാണ് എടുത്തതെന്ന് റിലയബിലിറ്റിയുടെ കേസിൽ. നമുക്ക് ഇഷ്ടമുള്ളതല്ലേ എടുക്കാം, അതിനനുസരിച്ച് ഫോർമുലയിൽ വ്യത്യാസം വരുമെന്നേ ഉള്ളൂ. അത് രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ നോക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ എന്തായാലും λ1 ഇങ്ങനെയാണ് എടുക്കുന്നത്. സ്റ്റേറ്റ് 1 നോർമലിൽ നിന്ന് ഡിഗ്രേഡഡിലോട്ട് പോകുന്ന റേറ്റ് λ1 ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഡിഗ്രേഡഡാണ്, ഡിഗ്രേഡഡിൽ നിന്ന് സാധനം ഫെയിലായി. അപ്പോൾ ഡിഗ്രേഡഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു കോമ്പണൻറ്റ് ഫെയിൽ ആവാനുള്ള റേറ്റ് നമ്മളിവിടെ എടുക്കുന്നത് λ2 ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ എക്സാമിൽ ഡിഫൈൻ ചെയ്തിട്ട് വേണം ഡയഗ്രാം വരച്ചിട്ട് സോൾവ് ചെയ്യാൻ. അതുപോലെ തന്നെ ഇനി എന്താ സംഭവിക്കുന്നത്? ഇനി വേറെ ഒന്ന് സംഭവിക്കാം. 1ൽ നിന്ന് ഡിഗ്രേഡ് ആവാതെ നേരിട്ട് ഫെയിലിയർ ആവാം. അപ്പോൾ നേരിട്ട് ഫെയിലിയർ ആവാനും ഒരു ചാൻസ് ഉണ്ട്. അതിനുള്ള റേറ്റ് നമ്മൾ എടുക്കുന്നത് λ3 എന്ന് എടുക്കും. ഇനി ഒരിക്കൽ ഫെയിലായ സാധനം നമുക്ക് തിരിച്ച് റിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ ആ റിപ്പയർ റേറ്റ് നമ്മൾ 6 ഇങ്ങനെ എടുക്കുന്നു. നമ്മൾ ഡീഗ്രേഡായ സാധനം നമ്മൾ റിപ്പയർ ചെയ്യാറില്ല. ഫെയിലായ സാധനം റിപ്പയർ ചെയ്ത് ഡീഗ്രേഡ് ആക്കാറില്ല. റിപ്പയർ ചെയ്യുമ്പോൾ നല്ല സാധനം വെക്കും. റിപ്പയർ ചെയ്യണമെങ്കിൽ ഫെയിലായ സാധനമായിരിക്കണം. അതുകൊണ്ടാണ് 3ൽ നിന്ന് 1ലോട്ട് മാത്രം 6 പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതുന്നു. P1 ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഈക്വൽ ടു P1t. P1 നിന്ന് കുറയുന്നത് ഇങ്ങോട്ട് പോകുമ്പോഴാണ് മൈനസ് λ1 ഡെൽറ്റ ടി P1t. ഇങ്ങോട്ട് പോകുമ്പോഴും കുറയും, അതുകൊണ്ട് λ3 P1t ഡെൽറ്റ ടി. കൂടുന്നത് 3ൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ്. അപ്പോൾ പ്ലസ് R P3t ഡെൽറ്റ ടി എന്ന് വരും അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാധാരണ ചെയ്യുന്ന പോലെ തന്നെ P1 ഇൻറ്റു ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് P1t. ഡെൽറ്റ ടി അപ്പുറത്ത് വെളിയിലെടുക്കാം. മൈനസ് λ1 P1t മൈനസ് λ3 P1t പ്ലസ് R P3t. എന്നിട്ട് ഡെൽറ്റ ടി നമ്മൾ വെളിയിലെടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെൽറ്റ ടി ടെൻസ് ടു 0 കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ എന്തായി? സാറിന് കിട്ടും പോലെ തന്നെ dP1 ആയി. dP1 ഈക്വൽ ടു മൈനസ് λ1 P1 മൈനസ് λ3 P1 പ്ലസ് R P3. ഈ ഡെൽറ്റ ടി ഡി ടി ആയി. ഡി ടി ഞാൻ താഴോട്ട് എഴുതി, ഡി ടി ഇങ്ങനെ എഴുതി. ഇനി എനിക്ക് എന്താ എഴുതാൻ പറ്റും? ഈ P1 വെളിയിലെടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ മൈനസ് λ1 പ്ലസ് λ3 P1 പ്ലസ് R P3 എന്ന് ഞാൻ എഴുതി. എനിക്ക് എഴുതാൻ പറ്റും. ഇത് ഞാൻ ഇത് P1 ഓഫ് ടി എന്നൊക്കെ എഴുതാം കേട്ടോ. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് ഞാൻ കൊടുത്തു. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് കൊടുത്തു. ഇനി എനിക്ക് രണ്ടാമത്തെ സ്റ്റേറ്റിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതണം. രണ്ടാമത്തെ സ്റ്റേറ്റിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ട് എങ്ങനെ വരും? P2 ഇൻറ്റു ടി പ്ലസ് ഡെൽറ്റ ടി P2 ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ഈക്വൽ ടു P2 ഓഫ് ടി. 2ൽ നിന്ന് കുറയുന്ന ആദ്യം എഴുതാം. കുറയുമ്പോൾ ഇങ്ങോട്ട് പോകുമ്പോഴാണ് 3ലോട്ട് പോകുമ്പോഴാണ്. അപ്പോൾ മൈനസ് λ2 ഡെൽറ്റ ടി P2t. കൂടുന്നത് 1ൽ നിന്ന് വരുമ്പോഴാണ് പ്ലസ് λ1 ഡെൽറ്റ ടി P1t എന്ന് വരും. ഇനി എന്താ ചെയ്യുന്നത്? ഞാൻ ഇത് ഇപ്പുറത്ത് കൊണ്ടുവന്നിരുന്നു. സാധാരണ ചെയ്യും പോലെ P2 ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് P2t ഈക്വൽ ടു മൈനസ് λ2 ഡെൽറ്റ ടി. ഡെൽറ്റ ടി വെളിയിൽ എടുക്കാം. P2t പ്ലസ് λ1 P1t. ഞാൻ ഡെൽറ്റ ടി വെളിയിലെടുത്തു. ഇനി ഡെൽറ്റ ടി ടെൻസ് ടു 0 കൊടുക്കുമ്പോൾ dP2 ഈക്വൽ ടു മൈനസ് λ2 P2 പ്ലസ് λ1 P1. ഈ ഡെൽറ്റ ടി ഡി ടി ആവും. അത് ഞാൻ താഴോട്ട് എഴുതി. അപ്പോൾ എനിക്ക് ഇങ്ങനെ കിട്ടി. ഇങ്ങനൊരു എക്സ്പ്രഷൻ എനിക്ക് ഫോം ചെയ്യാൻ പറ്റി. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതെന്താണ്? സ്റ്റഡി സ്റ്റേറ്റ് അവൈലബിലിറ്റിയാണ്. അപ്പോൾ അവൈലബിലിറ്റി വരുമ്പോൾ സ്റ്റഡി സ്റ്റേറ്റാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് നമ്മൾ റിലയബിലിറ്റിയുടെ കേസ് ചെയ്ത പോലെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് പാടുപെടേണ്ട കാര്യമൊന്നുമില്ല. നമ്മളിത് 0ക്ക് അങ്ങ് ഇക്വേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് dP1
ബൈ ഡി ടി നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. അതേപോലെ തന്നെ dp2 ബൈ ഡി ടി നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ് λ1 പ്ലസ് λ3 p1 പ്ലസ് rp3 ഈക്വൽ ടു 0. ഇത് നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് λ2 p2 പ്ലസ് λ1 p1 ഈക്വൽ ടു 0. ഇങ്ങനെ നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. മൂന്നാമത്തെ ഇക്വേഷൻ നമുക്കറിയാം p1 പ്ലസ് p2 പ്ലസ് p3 ഈക്വൽ ടു 0. അപ്പോൾ ഈ സ്റ്റാൻഡ് ബൈ സിസ്റ്റത്തിൻ്റെ അവൈലബിലിറ്റിയിലെ 3 ഇക്വേഷൻസ് ഇത് 3 എണ്ണമാണ്. ഇതും വേണമെങ്കിൽ ഓർമ്മിച്ച് വെച്ചിരിക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ പെട്ടെന്ന് ഡെറൈവ് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഇൻ്റഗ്രേറ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് നമുക്ക് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് ഡെറൈവ് ചെയ്തെടുക്കാം. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്.